ശശി തരൂരിന്റെ മണ്ഡലം കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. കോൺഗ്രസിലെ തന്നെ പ്രമുഖ നേതാക്കന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തോടെയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു വലിയ വിജയമാണോ ഇതിലൂടെ? ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാവരും ആവേശത്തോടെ, ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. ഞങ്ങളുടെ പ്രചരണം ഇന്നാൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ അത് ഈ ഓടുകയാണ് എല്ലാവരും. അടുത്ത 38 ദിവസം നിങ്ങൾ കോൺഗ്രസിന്റെ സാന്നിധ്യം മാത്രമല്ല ഞങ്ങളുടെ ആവേശം, ഞങ്ങളുടെ ഊർജ്ജം ഒക്കെ കാണാൻ സാധിക്കും. സാർ, അതുപോലെ ഇനി ഒരു തവണ കൂടി BJP അധികാരത്തിൽ വന്നാൽ, മോദി അധികാരത്തിൽ വന്നാൽ അത് അതല്ലേ നമ്മൾ ശ്രമിക്കുന്നത്, വരാതിരിക്കാൻ. അത് ജനാധിപത്യത്തിന്റെ ഒരു അവസാനമാണെന്ന്. ജനാധിപത്യത്തിന് വലിയൊരു വെല്ലുവിളിയായിരിക്കും എന്നൊരു സംശയമില്ല. കാരണം നമ്മൾ കാണുന്നത് ഓരോരോ വിധത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന് ശരിക്കും ഭീഷണിയാണ്. അതുകൊണ്ട് നമ്മൾ ശക്തമായി നിൽക്കണം എന്നൊരു സംശയമില്ല. അവർ ജയിക്കാൻ പാടില്ല, പക്ഷേ അതിൻ്റെ സമയം വരുമ്പോൾ നമ്മൾ ഇനിയും സംസാരിച്ച് നോക്കാം. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റി ഒരു പ്രസ്താവന നടത്തിയല്ലോ, അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടോ? ചിലവർക്ക് വലിയ സംശയമുണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യം അവരോട് ആവശ്യപ്പെട്ടത്, ഇപ്പോൾ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നേരിട്ട് പോകുന്നത് VVPAT നമ്മുടെ വോട്ട് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ടാണ് കൺട്രോൾ യൂണിറ്റിൽ പോകുന്നത്. അപ്പോൾ കൺട്രോൾ യൂണിറ്റിൽ എന്തെത്തുന്നു ആർക്കും അറിയില്ല. ഞങ്ങൾ പറയുന്നത് ആദ്യം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കൺട്രോൾ യൂണിറ്റിൽ പോയിട്ട് അവിടുന്ന് VVPAT വന്നാൽ എല്ലാവർക്കും ആശ്വാസമായിരിക്കും. ഞങ്ങൾ വോട്ട് ചെയ്ത പോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് എണ്ണിരിക്കുന്നത് അതന്നെ നമ്മൾ കാണും ചെയ്യുന്നത്. അതോടെ എല്ലാ ആശ്വാസം വരും. അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. കാരണം ജനങ്ങളുടെ മനസ്സിലുള്ള സംശയമാണിത്. ഞങ്ങളെല്ലാവരും തോറ്റ ശേഷം പറയുന്നൊരു വിഷയമല്ല, മത്സരിക്കുന്ന മുമ്പേ പറയുന്നു. ഇതിനെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ് പറയുന്നത്. അത് അവർ ചെയ്യാത്തത് നഷ്ടം തന്നെയാണ്. സാർ, അതുപോലെ തന്നെ 2019 ഒരു പുൽവാമ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു പൗരത്വ ഭേദഗതി. ഇത് എങ്ങനെയാണ് അല്ല, നോക്കൂ, ഓരോരോ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് വരും. 2019 പുൽവാമയുടെ ആ ട്രാജഡി സംഭവിച്ച ശേഷം അവർ ഇലക്ഷൻ്റെ മാറ്റാൻ സാധിച്ചു, ഒരു നാഷണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് ആക്കി. അതല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നമുക്ക് ഓരോരോ വിഷയം, രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, അതിലൊക്കെ എല്ലാവരും ഓരോരോ സംസ്ഥാനത്തിൽ ചില വിഷയങ്ങളുടെ പ്രാധാന്യം കൂടുതലാകും, ചില വിഷയങ്ങളുടെ പ്രാധാന്യം ചുരുങ്ങാവും. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്നായിട്ട് കാണാൻ സാധിക്കും. സോറി.